ഈ ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ ഇതുപോലത്തെ മണ്ടത്തരം ഇയാളൊക്കെ എങ്ങനെയാണ് ഈ ആൾക്കാരെ പറ്റി ജീവിക്കുന്നത്? ഇത് കണ്ട് ഇന്ത്യൻ ആർമി കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായ ഫോഴ്സ് KSRTC ജീവനക്കാരെന്ന്. അതെ, ഇന്ത്യൻ ആർമി കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാരെ കൊന്നേക്കുന്നത് ഇവന്മാരായിരിക്കും വണ്ടി ഇടിച്ച്. കൊള്ളാം കേട്ടോ, നല്ലൊരു കണ്ടുപിടുത്തം. KSRTC ജീവനക്കാരൻ ഇന്ത്യൻ ആർമിയിൽ. എൻ്റെ അബൂ, ഗണേഷ് കുമാറിൻ്റെ ഒരു ബുദ്ധിയെ, ഇത്തിരി ബുദ്ധിയുള്ളവർ ഭരിക്കുന്നതിൻ്റെ കുഴപ്പമാണ് ഈ നാടിനുള്ളത്. ഇങ്ങനത്തെ ബുദ്ധികൾ അങ്ങനെയാണ്. പുള്ളി കയറി ബസ്സേലിരുന്ന് വണ്ടി ഓടിക്കും, എവിടെയോ കൊണ്ട് ആരെയും മതിലൊക്കെ ഇടിച്ച് പൊളിച്ചതെന്ന് എനിക്ക് അന്ന് സംശയം തോന്നിയിട്ടുണ്ട്. PR വർക്ക് ചെയ്യുന്നവന്മാർ ആദ്യം പോയി മതിലിടിച്ച് പൊളിക്കും, എന്നിട്ട് ഗണേഷ് കുമാർ വന്ന് മതിൽ പണിത് കൊടുക്കും. കാണുമ്പോൾ ഒരു സംശയമൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ കാണിച്ചു കൂട്ടുന്ന ഈ വലിയ പരിഷ്കരണമോ മറ്റേത് മറിച്ചതൊന്നും അത്ര വലിയ സംഭവമൊന്നുമല്ല. എനിക്ക് തീരെ ഒട്ടും കണ്ടിട്ട് ബോധിക്കാത്ത കുറച്ച് ആൾക്കാരിൽ ഒരാളാണ് ഈ ഗണേഷ് കുമാർ. കൊള്ളത്തില്ല. ഇയാളെയൊക്കെ ജയിപ്പിക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് ഈ നാടിനൊക്കെ ഉള്ളത്. ഇതുപോലത്തെ വിഡ്ഢിത്തരം പറയുക, എങ്ങാണ്ട് തല്ലു മേടിക്കുകയൊക്കെ ചെയ്തതെന്ന് ഇടയ്ക്കൊക്കെ. പിന്നെ പാസ്റ്റർമാരുടെ പരിപാടിക്ക് പോയി വായും പൊളിച്ച് നിൽക്കും. ഇടയ്ക്ക് ഇപ്പോൾ ഭയങ്കര ഭക്തിയാണ്. ഇലക്ഷൻ എടുക്കുമ്പോൾ കാണാം പാസ്റ്റർമാരുടെ കീഴേ കയറുന്നത്, ഏതൊക്കെ വോട്ട് നോക്കി ചെല്ലുന്ന ഇമ്മാതിരി അന്ധവിശ്വാസമൊക്കെ ഉള്ള ഓരോരുത്തർ. അത് കഴിഞ്ഞ് പുള്ളി വേറെ എന്തെങ്കിലും ഒപ്പിക്കും. പിന്നെ ഇടയ്ക്ക് ഇതേപോലത്തെ എന്തെങ്കിലും വള്ളി പിടിക്കും. ഏതോ വീട്ടിൽ കയറി അടിയൊക്കെ മേടിച്ച കഥയൊക്കെ ഉണ്ട്. എന്നിട്ട് ഇപ്പോൾ വന്നിരുന്ന് വലിയ മറ്റൊരു വർദ്ധാനം പറയും. പുള്ളിയാണ് പറഞ്ഞത് KSRTC റീൽസ് എടുക്കാൻ കൊള്ളത്തില്ല. കക്കൂസിലും റീൽസ് എടുക്കുന്നത് അത്ര നല്ല രസമുള്ള കാര്യമൊന്നുമല്ല. പൊതു കക്കൂസിലൊന്നും ചെന്ന് വീഡിയോ എടുത്താൽ രസം ഉണ്ടാകത്തില്ല. പിന്നെ റീൽസ് എടുക്കാൻ പറ്റിയ സ്ഥലം KSRTC പശ്. അതിന് എന്തിനും കൊള്ളാം. അത് നിവർത്തിയേട് കൊണ്ട് ആൾക്കാർ കയറുന്ന വണ്ടിയാണ്. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല അതിനകത്ത് കൊള്ളാമെന്ന് പറഞ്ഞ വണ്ടിയേ ഉള്ളൂ. ബാക്കി എല്ലാം ചവറ് വണ്ടികളാണ്. ആ ഡ്രൈവർമാർ ഭയങ്കര ഫോഴ്സ്. ശരിയാണ്, ഇന്ത്യൻ മിലിറ്ററിക്കാർ ബുദ്ധിമുട്ടുമുണ്ട് ഇവർക്ക്. ഈ വണ്ടി ഓടിക്കുന്നതിന് പ്രത്യേകം ഇൻഷുറൻസ് എടുക്കണം. അതിനകത്തിരുന്ന് നടുവും പോവും, കൈയുടെ ഓരോം പറയും, മുതുകും വേദനയെടുക്കും, മുട്ടും പോവും, എല്ലാ ആംഗിളും എല്ലാ ജോയിൻസിനും പെയിൻ ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു ജീവിതകാലം മൊത്തം അതിനകത്തിരുന്ന് വണ്ടി ഓടിച്ചാൽ അവൻ നരകിച്ച് ചാവും. അപ്പോൾ അത് ശരിയാണ്. പട്ടാളക്കാരും ഭയങ്കരന്മാർ തന്നെയാണ്. പിന്നെ ഈ റോഡിൽ കൂടെ ഓടിക്കുകയും വേണം. പിന്നെ ഇവനൊക്കെ കൊടുക്കുന്ന ഇത്തിരി വണ്ടികൾക്ക് ടാർഗറ്റ് കൊടുത്ത് മരണപ്പാച്ചിൽ പായിക്കുന്ന ആ വണ്ടിയും കൊണ്ട് ഇവർ ഓടിച്ച് നടക്കുമ്പോൾ നടക്കുന്ന മറ്റ് അപകടങ്ങളൊക്കെ ഇവരുടെ റെക്ലെസ് ഡ്രൈവിങ് ആൻഡ് മറ്റേ റാഷ് ഡ്രൈവിങ് കാരണം ഒത്തിരി പേര് ഇടിച്ച് മരിച്ചിട്ടുണ്ട്. ഒത്തിരി അനാവശ്യ ആക്സിഡൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ KSRTC മറ്റു ബസ്സെല്ലാം അങ്ങനെ തന്നെ. ടിപ്പർ അതിൽ ചെയ്തേക്കുന്നത്. KSRTC ബസ് ഒട്ടും മോശമല്ല. പിന്നെ അതിനകത്തിരുന്ന് ആ വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ ആ ശകടം ഉരുട്ടിക്കൊണ്ട് എങ്ങനെയും പോകണമെന്നുണ്ടെങ്കിൽ ഡ്രൈവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് വേറെയും. പിന്നെ ഈ ഇതുപോലുള്ള റാഷ് ഡ്രൈവേഴ്സ് ഒരു സൈഡിൽ കൂടെ ആളെ കൊല്ലുമ്പോൾ അതല്ലാത്തവർ കിടന്ന് കഷ്ടപ്പെട്ട് ആ നശിച്ച വണ്ടി ഓടിക്കുന്നവന്മാരെ സമ്മതിക്കണം. അതിനകത്ത് ഇരുന്നാൽ തന്നെ പൊള്ളി പഴുത്ത് ഗിയറൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വലിച്ചൊക്കെ ഇടുന്ന വണ്ടികൾ ഇപ്പോഴും ഉണ്ട്. ശരിയാണ് പറയുന്നത്. അയ്യാ, തൊലിഞ്ഞ ഡയലോഗായിട്ടൊക്കെ ഇറങ്ങിയേക്കുന്നത്. തനിക്കൊക്കെ നാണമുണ്ടോ ഇങ്ങനെ മന്ത്രിയാണെന്നും പറഞ്ഞുകൊണ്ട് ഇത്തിരി പൊട്ടത്തരമൊക്കെ എന്തിനാണ് രാവിലെ വിളിച്ച് പറയുന്നത്? എന്നെ സുരേഷ് ഗോപിക്ക് പഠിക്കുവാണോ? സിനിമാടന്മാരെല്ലാം ഈ ഇതിനകത്ത് ഇവനെയൊക്കെ എന്തിനാ, ഈ സിനിമാടനെയൊക്കെ എന്തിനാ ഇങ്ങനെയൊക്കെ പിടിച്ച് നിർത്തി ഇലക്ഷൻ നിർത്തി ജയിപ്പിച്ച് അതിനെയും പൊക്കി എടുത്തുകൊണ്ട് നടന്നു? ഇയാളുടെ അപ്പനെ എങ്ങാണ്ട് മന്ത്രിയായിരുന്നു, അതുകൊണ്ട് അങ്ങനെയും പിടിച്ച് നിർത്തി. അങ്ങേരും എങ്ങാണ്ട് ജയിലിലെങ്ങാണ്ട് കിടക്കുവാന്ന് തോന്നുന്നു. എന്തോ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എനിക്കറിയത്തില്ല. ഇങ്ങനെയുള്ളതിനെയൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ ഇരുത്തി കഴിയുമ്പോൾ വലിയ ഷോ കാണിക്കുമ്പോൾ എല്ലാവരുടെ കൈയടിക്കും. പിന്നെ വീണ്ടും ഇവനെ തന്നെ എലക്ട് ചെയ്ത് മന്ത്രിയാക്കും. എന്നിട്ട് ഇത്തിരി മണ്ടത്തരങ്ങൾ നടക്കും. ഓരോ പ്രാവശ്യം മണ്ടത്തരം, ഇഷ്ടം പോലെ മണ്ടത്തരങ്ങൾ പറയുന്നുണ്ട്. ഇതിൻ്റെ ഒന്നും പുറകെ നടന്ന് ഇത് പെറുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിനേ സമയം കാണത്തുള്ളൂ. പിന്നെ വല്ലപ്പോഴും ഇതൊക്കെ കാണുമ്പോൾ തന്നെ ചൊറിഞ്ഞ് കയറുന്നു കണ്ടിട്ട്.